നിർമ്മൽ എബ്രഹാം, ഇപ്പം നമ്മൾ ഈ ചർച്ച തുടങ്ങിയ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. മോദി തന്നെ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്, ഡിലൈറ്റഡ് ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, കൺഗ്രാജുലേറ്റഡ് ഹിം ഓൺ ഹിസ് ഹിസ്റ്റോറിക്കൽ സെക്കൻഡ് ടേം. We are committed to a mutual, beneficial, trusted partnership. We will work together for the welfare of the people and towards global peace and prosperity എന്ന് നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുമോ? ശ്രീ നിർമ്മൽ, ചോദ്യനോടാണോ? അതെ അതെ. ഓക്കെ, ഇല്ല, ഇപ്പൊ ഇതില് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ടാരിഫിന്റെ കേസ് എടുത്ത് പറഞ്ഞു, H1B വിസയുടെ കേസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഇന്ത്യക്കാരെ സാരമായി ബാധിക്കേണ്ടിയ മേഖലകൾ. അതിൽ ടാരിഫിന്റെ കേസിൽ ഇതെല്ലാം ഇതിന്റെ ക്ലാഷ് വരുന്ന ഇതാണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മോദി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ അവർക്ക് അമേരിക്ക ഫസ്റ്റ് ആണ്, ഇവിടെ ഇന്ത്യ ഫസ്റ്റ് ആണ്. അവിടെ മേക്ക് ഇൻ അമേരിക്കയാണ്, ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ ആണ്. ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിന്റെ ക്ലാഷ് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, ആദ്യത്തെ ടേമിനേക്കാൾ അല്പം കൂടെ ബുദ്ധിമുട്ടുകൾ വരും. ഫോർ എക്സാമ്പിൾ, ഈ ട്രംപ് പ്രസിഡൻസിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉണ്ടാക്കിയ ഒന്ന് രണ്ട് റിമാർക്സും, അതേപോലെ ഇലോൺ മസ്ക് കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളും പറയാം. ഇപ്പൊ ട്രംപ് 2023-ലും 2021-ലും റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു കാര്യമാണ് ഹാർലി ഡേവിഡ്സൺ, നമ്മുടെയൊക്കെ യുവാക്കളുടെ ഹരമായ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഞങ്ങൾ ഇന്ത്യയിലോട്ട് വിടുന്നു. അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ കാലത്തിന് അദ്ദേഹം പറഞ്ഞ സമയത്ത് 75% എക്സൈസ് ഡ്യൂട്ടിയും അതിനുമേൽ 28% GST, അതിനുമേൽ 3% സർചാർജ് ഉൾപ്പെടെ 106% ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ഇന്ത്യക്കാരൻ മേടിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ബൈക്കിന് ഇത്രയും ഡ്യൂട്ടി, എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വിടുന്ന റോയൽ എൻഫീൽഡ് ബൈക്കിന് ഞങ്ങൾ 2.5% ഡ്യൂട്ടി വെക്കുന്നത്. അതെന്ത് ന്യായമാണ് എന്ന് അദ്ദേഹം 2021 പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം രസകരമായ കാര്യം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എനിക്കൊന്ന് റേറ്റ് കുറച്ചു. 800 cc മേളിലുള്ളതിനെ 75%-ന് 50%-ലോട്ട് താത്തി. പക്ഷെ അപ്പോഴും ട്രംപ് പറഞ്ഞു ഇതൊന്നും പോരാ, ഞങ്ങൾ 2% പറയുമ്പോഴത്തേക്ക് നിങ്ങൾ 50% നിൽക്കുന്ന എന്ത് ന്യായമാണ് എന്നുള്ള ചോദ്യങ്ങളാണ്. അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്ലീസ് ചെയ്യുന്ന, അതായത് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യ അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും. ഇന്ത്യ അത് ബാലൻസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ചില മേഖലകളിലൊക്കെ അമേരിക്ക കയറി പറ്റാൻ ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. അവർക്ക് ടാരിഫ്സ് ചില മേഖലകൾ നമ്മൾ കുറച്ചു കൊടുക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഇലോൺ മസ്ക് കടന്നു വന്നു. അതും ട്രംപ് പ്രസിഡൻസിയിൽ ഇല്ലായിരുന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യമാണ്. നമുക്ക് ഓർമ്മയുണ്ടോ, 2 വർഷം മുന്നെയാണ് സംഭവിക്കുന്നത്. ടെസ്ല ഇന്ത്യയിലോട്ട് കടന്നു വരാൻ ശ്രമിക്കുന്നു. ഇന്ത്യ 60% ഇതേപോലത്തെ ടാക്സ് റേറ്റുകളൊക്കെ അങ്ങോട്ട് ഇലോൺ മസ്കിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത്ര ശതമാനം ടാക്സ്, അതിനുമേൽ ഇത്ര ശതമാനം ടാക്സ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കൊണ്ടിരുന്ന വണ്ടി ഇവിടെ വിൽക്കണമെങ്കിൽ ഒരു 55-60 ലക്ഷം രൂപയാകും. ഉടനെ മസ്ക് പറയുന്നു നടക്കത്തില്ല, ഞാനിത് BMW-നോടും ഔഡിയോടും കമ്പീറ്റ് ചെയ്യാനല്ല, ഇവിടെയുള്ള നിങ്ങളുടെ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിന് ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഞാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞു പോയി പണി നോക്കിക്കോളാൻ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്ത സജഷൻ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ വന്നൊരു പ്ലാന്റ് തുടങ്ങിക്കുമെന്നാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ പറഞ്ഞ ഇലോൺ മസ്ക് ഇപ്പൊ ട്രംപിന്റെ ഒപ്പമാണ്. ഒരു പക്ഷേ ഇലോൺ മസ്ക് കൂടെ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്ന് അദ്ദേഹത്തെ വിളിക്കാം. അങ്ങനെയുള്ള ഇലോൺ മസ്ക് കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ടാരിഫിലൊക്കെ ഇതൊരു നെഗോഷിയേഷൻ ടാക്ടിക് ആയിട്ട് ട്രംപ് ഉപയോഗിക്കും. അന്ന് ട്രംപിന്റെ വാക്കിൽ തന്നെ 75%-ന് 50%-ലോട്ട് ഹാർലി ഡേവിഡ്സന്റെ ടാരിഫ് കുറഞ്ഞെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും പല മേഖലകൾ, ബൈക്കിന്റെ മേഖലകളിൽ മാത്രമല്ല പല മേഖലകളിലും ഇൻക്ലൂഡിംഗ്. ഞാൻ മടങ്ങി വരാം. ശ്രീ TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TP ശ്രീനിവാസൻ, ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിൽ നിന്ന് നമ്മൾ നേരത്തെ പുറത്തായി. 100% താരിഫ് ബ്രിക്സ് രാജ്യങ്ങളുടെ മുകളിൽ ചുമത്തും എന്ന പരാമർശം ട്രംപിൽ നിന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ട്രംപുമായി സംസാരിച്ചതിൻ്റെ കാര്യം ഇപ്പോൾ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദി ഇത് പറയുന്നതെങ്കിലും അത്ര കണ്ട് ട്രംപിനെ വിശ്വസിക്കാമോ എന്ന ചോദ്യം ഉയരുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അവരുടേതായ പരിമിതികളുണ്ട്. അങ്ങെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ട്രംപിന് എന്തു മാറ്റമുണ്ടോ? ടോട്ടൽ അൺപ്രഡിക്റ്റബിലിറ്റി ആണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. സോറി, യെസ്, ഞാൻ ശ്രീ TP ശ്രീനിവാസനിലേക്ക് മടങ്ങി വരാമെന്ന് സാങ്കേതികമായ എന്തോ തകരാറുണ്ട്. ശ്രീ നിർമ്മൽ, താങ്കൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ടെസ്ലയുടെ നീക്കമായിരുന്നു. പിന്നീട് എലോൺ മസ്ക് ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായി. ക്യാമ്പയിൻ ഘട്ടത്തിൽ തന്നെ ആ സൗഹൃദം നമ്മൾ കണ്ടതുമാണ്. ഈ ഒരു കച്ചവടക്കാരൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ട്രംപിനെ ഭയക്കേണ്ടതുണ്ടോ?
ഇല്ല, ട്രംപിനെ ഭയക്കേണ്ട നേരത്തെ ടി പി ശ്രീനിവാസൻ സാർ തുടങ്ങി വെച്ചതിൽ നിന്ന് ഞാൻ തുടരാം. ഒരു കച്ചവടക്കാരനും ഒപ്പം തന്നെ വോൾട്ടാലിറ്റിയാണ് ട്രംപിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത്. ഇന്ന് എന്ത് പറയും നാളെ അത് ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. ഇന്ന് പറയുന്ന കാര്യം നാളെ കംപ്ലീറ്റ്ലി പുള്ളി എതിർത്ത് പറഞ്ഞെന്ന് വരും. സോ അങ്ങനെയുള്ള ഒരു ഡൈനാമിക് അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഫസ്റ്റ് എന്നല്ല, എക്സ്ട്രീം ഒരു ഐഡിയോളജി. അമേരിക്ക മാത്രം, വേറെ ആൾക്ക് എന്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നൊന്നും എനിക്കറിയണ്ട. എന്റെ രാജ്യമായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്, അവർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു ബിസിനസ് മാൻ എന്ന് വേണേൽ പറയാം, പ്രസിഡന്റിനപ്പുറം. അത് മറ്റുള്ള രാജ്യങ്ങളെ സാരമായി ബാധിക്കും. ഇന്ത്യയെ മാത്രമല്ല, ഇപ്പൊ ചൈനയ്ക്ക് മേൽ ടാരിഫ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇന്ത്യക്കാരെല്ലാം തന്നെ ആഘോഷിക്കുകയുണ്ട്. നല്ല കാര്യം, നമുക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും ഇൻഡയറക്ട്ലി ഇത് ഇന്ത്യയെ ബാധിക്കും. കാരണം വെച്ചാൽ ചൈനയ്ക്ക് അത്രയും വലിയ ടാരിഫ് ഉണ്ടാകുമ്പോൾ ചൈന അത് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്സ് കൂട്ടും. ഇപ്പൊ ഇന്ത്യയുടെ പല എക്സ്പോർട്സും, ഇന്ത്യ ഇപ്പൊ എക്സ്പോർട്ട് സർപ്ലസ് ആണ്. പ്രത്യേകിച്ച് അമേരിക്കയുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് കൂടുതലല്ലേ, ഇങ്ങോട്ട് വാങ്ങുന്നതിന് ഇരട്ടിയോളം ഏകദേശം അമേരിക്ക കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിട്ട് ചൈന വളരാൻ ശ്രമിക്കും. ഒപ്പം അതിന്റെ റിപ്പർക്കഷൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ മാത്രം അദ്ദേഹം വെക്കുന്ന ടാരിഫുകളിൽ മാത്രമല്ല പറയുന്നത്, പൊതുവെ മറ്റു രാജ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പൊതു പ്രിൻസിപ്പിൾസിലും റിപ്പിൾ എഫക്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. യെസ്, ശ്രീ